ഹായ് നമസ്കാരം. ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് തീരുമാനിക്കുന്നത് എന്താ? അതിന്റെ ചെലവുകൾ തന്നെ അല്ലേ? അപ്പോൾ ഈ ചെലവുകളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, കൺട്രോൾ ചെയ്യാം, പിന്നെ എങ്ങനെ കുറയ്ക്കാം? ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഓടിച്ചു നോക്കിയാലോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്? 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ എന്താണ് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് നമ്മൾ നോക്കും. പിന്നെ ചെലവ് കൺട്രോൾ ചെയ്യുന്നതും കുറയ്ക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞാൽ കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ ഇതൊക്കെ എന്താണെന്ന് പഠിക്കും. അവസാനം ഇതെല്ലാം കൂടി ഒരു കോസ്റ്റ് ഷീറ്റിൽ എങ്ങനെയാണ് വരുന്നതെന്നും നോക്കാം. റെഡിയല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്? എന്തിനാണ് കമ്പനികളൊക്കെ ഇതിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നത്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു സാധനമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കാൻ ശരിക്കും എത്ര രൂപ ചിലവായി, ഇത് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. ഇതൊരു വെറും കണക്കെടുപ്പല്ല കേട്ടോ. ഒരു പ്രൊഡക്റ്റിന് എത്ര വിലയിടണം, നമുക്ക് ലാഭം കിട്ടുമോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ കണക്ക് കൂടിയേ തീരൂ. അപ്പോൾ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഈ ചിലവ് എന്തിനാണ് ഇങ്ങനെ കൃത്യമായി കണ്ടുപിടിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു സാധനത്തിന് എത്ര ചിലവാകുന്നു എന്ന് അറിഞ്ഞാലല്ലേ നമുക്കതിനൊരു വിലയിടാൻ പറ്റൂ, അല്ലേ? 2, എവിടെയൊക്കെയാണ് വെറുതെ പൈസ പോകുന്നത്, അതായത് വേസ്റ്റേജ് എന്ന് കണ്ടുപിടിച്ച് അതൊക്കെ ഒഴിവാക്കി ചിലവ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഭാവിയിൽ വലിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അതിനു വേണ്ട ഡേറ്റ കിട്ടാനും ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് നമ്മളെ സഹായിക്കും. അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുക. ഈ 2 വാക്കുകളും നമ്മൾ ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവ രണ്ടും രണ്ടാണ്. ഒരു കോസ്റ്റ് അക്കൗണ്ടന്റിന് ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. എന്താണ് ആ വ്യത്യാസം? നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ എളുപ്പമാണ്. കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തൊരു ടാർഗറ്റുണ്ട്, ഒരു ബഡ്ജറ്റ്. അതിൽ കവിഞ്ഞു പോകാതെ നോക്കുക, അതായത് ഉള്ള പ്ലാനിൽ തന്നെ ഒതുങ്ങി നിൽക്കുക. ഇതൊരു പ്രിവെന്റീവ് പരിപാടിയാണ്. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ അങ്ങനെയല്ല. അത് ഈ സെറ്റ് ചെയ്ത ടാർഗറ്റിനെ തന്നെ ചോദ്യം ചെയ്യും. എന്തിനാണ് ഇത്രയും ചെലവ്, ഇതിലും കുറയ്ക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിക്കും. അതായത് ചിലവ് പെർമനന്റായിട്ട് കുറയ്ക്കാനുള്ള വഴികൾ തേടും. അപ്പോൾ കൺട്രോൾ കഴിഞ്ഞതും ഇപ്പോഴത്തെയും കാര്യങ്ങൾ നോക്കുമ്പോൾ റിഡക്ഷൻ നോക്കുന്നത് ഇപ്പോഴത്തെയും ഭാവിയിലെയും കാര്യങ്ങളാണ്. വ്യത്യാസം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ചെലവുകളൊക്കെ നമ്മൾ എവിടെയാണ് കളക്ട് ചെയ്യുന്നത്, എവിടെയാണ് ട്രാക്ക് ചെയ്യുന്നത്? അതിനുള്ള ഉത്തരമാണ് കോസ്റ്റ് സെന്റർ. ഒരു കോസ്റ്റ് സെന്ററിനെ ഒരു ബക്കറ്റായിട്ട് സങ്കല്പിക്കൂ. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു മെഷീന്റെ, അതുമല്ലെങ്കിൽ ഒരാളുടെ ചെലവുകളൊക്കെ നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഇടുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓരോ ഏരിയയിലും എത്ര പൈസ പോകുന്നുണ്ടെന്ന്. ആ ചെലവിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്നും ഫിക്സ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ഈ കോസ്റ്റ് സെന്റർ. ഈ കോസ്റ്റ് സെന്ററുകൾ തന്നെ പല ടൈപ്പുണ്ട്. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ നടക്കുന്ന അസംബ്ലി ലൈൻ, അതൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്ററാണ്. ഇനി ഈ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതൊരു സർവീസ് കോസ്റ്റ് സെന്ററാണ്. അതുപോലെ ഒരു സെയിൽസ് മാനേജർ ഒരു പേഴ്സണൽ കോസ്റ്റ് സെന്ററാണ്. ഒരു പ്രത്യേക മെഷീനാണെങ്കിൽ അത് ഇംപേഴ്സണൽ കോസ്റ്റ് സെന്ററും. ഇങ്ങനെ തരംതിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലവുകളെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതുവരെ നമ്മൾ ചെലവുകളെപ്പറ്റി മാത്രമാണ് സംസാരിച്ചത്, അല്ലേ? ഇനി ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ചെലവ് മാത്രമല്ല, വരുമാനവും ഉണ്ടാക്കാൻ പറ്റിയാലോ? അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ പ്രോഫിറ്റ് സെന്റർ എന്ന് വിളിക്കുന്നത്. അതായത് ചിലവിനും വരവിനും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടുത്തെ പ്രധാന വാക്ക് ആ ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർക്ക് വരുമാനം കൂട്ടാനും ചിലവ് കുറയ്ക്കാനും അധികാരവും ഉത്തരവാദിത്തവും ഉണ്ടാകും. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് ഒരു മിനി ബിസിനസ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഫൈനലി നമ്മൾ ഈ പറഞ്ഞ ചിലവുകളെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് നോക്കാം. ഓരോ ചെറിയ ചിലവിൽ നിന്നും തുടങ്ങി ഒരു പ്രോഡക്റ്റിന്റെ മൊത്തം ചിലവിലേക്ക് നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എത്തുന്നത്. ഇതിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യം തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ പോലെയുള്ള നേരിട്ടുള്ള ചെലവുകളെല്ലാം കൂട്ടി നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കും. ശരി, ഇനി ആ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ്സ്, അതായത് ഫാക്ടറിയിലെ മറ്റു ചെലവുകൾ ചേർത്താൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ കൂടെ ഓഫീസ് ചെലവുകൾ കൂടി ചേർത്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായി. തീർന്നില്ല. അവസാനം സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ചെലവുകളും കൂടി ചേർത്താൽ അതാ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. അപ്പോൾ ഇത്രയുമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ? ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്.
ഒരു സാധനത്തിന്റെ ചിലവ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പെർമനന്റ് ആയിട്ടുള്ള കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ നിങ്ങൾ എവിടെ നിന്നായിരിക്കും തുടങ്ങുക? ഒന്ന് ആലോചിച്ചു നോക്കൂ.